32 F-16 വിമാനങ്ങൾ ഗ്രീസ് വഴി അമേരിക്കയിലേക്ക് വരികയും അമേരിക്കയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഉക്രൈനിൽ ഇറങ്ങുമെന്ന് ഇന്നലെ ഗ്രീസ് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് നൽകി. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീസിന്റെ വിമാനങ്ങളെ ഉൾപ്പെടുത്താതെ 78 മുതൽ 83 വിമാനങ്ങളെ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നേരെ കളമിറക്കുമെന്ന് ഒരു അറിയിപ്പ് എല്ലാ നാടുകളും നൽകിയിരുന്നു. ഡെൻമാർക്ക്, നെതർലാൻഡ് പോലുള്ള പല നാടുകൾ ഈ ഒരു അറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോ ഈ 30 കൂടെ ചേർത്താൽ 100 വിമാനങ്ങളിൽ കൂടുതൽ F-16 ആകും. അങ്ങനെയെങ്കിൽ റഷ്യയുടെ വ്യോമസേനയ്ക്ക് ഈ F-16 വിമാനങ്ങൾ കാരണം ഒരു വലിയ ഭീഷണി ഉണ്ടാകുമോ? ഒരു വലിയ ആപത്തിനെ നോക്കിയാണോ റഷ്യയുടെ വ്യോമസേന പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രീസിന്റെ F-16 വിമാനങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പുതിയ വിമാനങ്ങളല്ല ഇവർ ഉക്രൈൻ നൽകുന്നത്. നേരത്തെ തന്നെ ഗ്രീസിന്റെ വ്യോമസേനയിൽ അവർ കൂടുതൽ ഉപയോഗിച്ച പഴയ ജെറ്റ്സ് ആണ്. ഏകദേശം മാറ്റി വയ്ക്കാൻ പോകുന്ന ഒരു കണ്ടീഷൻ ആ ഫൈറ്റർ ജെറ്റിനെയാണ് നൽകാൻ പോകുന്നത് എന്ന ഒരു അറിയിപ്പ് അവർ തന്നെ കൊടുത്തു. കഴിഞ്ഞ 9 വർഷങ്ങളിൽ ഗ്രീസിന്റെ വ്യോമസേനയിൽ പ്രവർത്തിച്ച F-16 വിമാനങ്ങൾ 11 കൂടുതൽ അപകടങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിമാനങ്ങളെയാണ് ഇപ്പോൾ ഉക്രൈൻ നൽകാൻ പോകുന്നത്. ശരി, ഇത് ഒരു ഭാഗത്ത് പോകുമ്പോൾ ജർമ്മനി ഉക്രൈന് നൽകാൻ പോകുന്ന സഹായം, അതായത് ഇപ്പോൾ എത്രത്തോളം സഹായം അവർ നൽകിക്കൊണ്ടിരിക്കുന്നോ അത് അടുത്ത വർഷത്തിൽ 2025 പകുതിയായി കുറയുമെന്ന് ഔദ്യോഗികമായി ഇന്നലെ ഒരു അറിയിപ്പ് നൽകി. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ കാണാം. ട്രംപിന്റെ അസാസിനേഷൻ അറ്റംപ്റ്റിലുള്ള പല രഹസ്യങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യം F-16 കുറിച്ച് അറിയാം. കാരണം F-16 ആണ് ഇപ്പോൾ വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈന്റെ എയർഫോഴ്സിനെ സംബന്ധിച്ച് F-16 വലിയൊരു വരദാനമായിട്ടാണ് അവർ കാണുന്നത്. ലോകം മുഴുവനുമുള്ള എല്ലാ നാടുകളും F-16 എപ്പോ ഉക്രൈനുള്ളിൽ ഇറങ്ങും, എപ്പോ കാല് പതിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. കാരണം അടുത്ത ഘട്ട യുദ്ധം എന്നത് ഇതിനു ശേഷമാണ് ആരംഭിക്കാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനാൽ F-16 കുറിച്ച് അറിയേണ്ടതും അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്പോ ഗ്രീസിന്റെ വ്യോമസേനയിൽ F-16 വിമാനങ്ങൾ എത്രയുണ്ടെന്ന് നോക്കിയാൽ 150 കൂടുതൽ F-16 പല വേരിയന്റ് വിമാനങ്ങൾ ഗ്രീസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ബ്ലോക്ക് 30 32 വിമാനങ്ങൾ ഉക്രൈന് നൽകുന്നതായി പറയുന്നുണ്ട്. ഇപ്പോൾ നേരിട്ട് ഇത് നൽകാമല്ലോ, എന്തുകൊണ്ടാണ് അമേരിക്ക വഴി നൽകുന്നത്? അമേരിക്കയിൽ പോയിട്ട് വീണ്ടും അത് ഉക്രൈനിലേക്ക് പോകുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് വളരെ നിസ്സാരമായ ഒരു ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ, ഡയറക്റ്റ് വിമാനങ്ങൾ നൽകിയാൽ ഇപ്പൊ ഏത് കണ്ടീഷനിലാണോ അതേ കണ്ടീഷനിലായിരിക്കും ഉക്രൈനിലേക്ക് പോവുക. ആ ഒരു കണ്ടീഷനിൽ ഉക്രൈനിലേക്ക് വിമാനങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 1-2 ദിവസം പോലും അവർക്ക് ആ വിമാനത്തെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അത് നേരത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ, അതിൽ ഒരുപാട് സർവീസ് ചെയ്തവർക്ക് പോലും ആ വിമാനങ്ങളെ ശരിയായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ അത് അങ്ങനെ അയക്കുകയാണെങ്കിൽ ഉക്രൈനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പൊ ഗ്രീസ് ചിന്തിച്ചത്, നമ്മുടെ ഫ്ലീറ്റ് ഈ സ്ഥലത്ത് ഏജ്ഡ് ആണ്. ഒരു ഭാഗത്ത് തുർക്കിക്കും ഗ്രീസിനും ഇടയിൽ ഏതൻസ് ഐലാൻഡിനെ വെച്ച് ഒരു പ്രശ്നം പോകുന്നുണ്ട്. അതുകൊണ്ട് F-35 വിമാനങ്ങൾ കൂടുതലായും വാങ്ങണം, 5th ജനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ചിന്തിച്ച് ഇപ്പൊ ഉപയോഗശൂന്യമായ F-16 വിമാനങ്ങളെ, ഈ F-16 ഒന്നിനും ഉപയോഗപ്രദമല്ല എന്നല്ല പറയുന്നത്. അവരുടെ ആ പഴയ വിമാനങ്ങൾ ഉണ്ടല്ലോ, ആ വിമാനങ്ങളെ കൊടുത്തിട്ട് മറ്റ് വിമാനങ്ങൾ വാങ്ങണമെന്നാണ് ഗ്രീസ് ചിന്തിക്കുന്നത്. അങ്ങനെ ഇതിനെ ആർക്കെങ്കിലും എളുപ്പത്തിൽ കൊടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഉക്രൈൻ അകത്തേക്ക് വന്നത്. അങ്ങനെ ഇതിനെ ഇവിടെ നിന്നും അമേരിക്കയ്ക്ക് കൊടുക്കുകയും അതിൽ ചില മാറ്റങ്ങളെല്ലാം ചെയ്ത് ചില സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ അതിനെ ഉക്രൈന് കൊടുക്കും. ഈ ഫൈറ്റർ ജെറ്റിനെ നൽകിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ ഇപ്പോൾ ഗ്രീസ് ചെയ്യുന്നത് 30 കൂടുതൽ F-35 വിമാനങ്ങളെ വാങ്ങാൻ പോകുന്നു. 2 സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റ്, 1-2 അല്ല. ഈ പഴയ തുരുമ്പ് പിടിച്ചതിനെല്ലാം പുറത്തേക്കിട്ടിട്ട് അവരുടെ എയർഫോഴ്സിനെ അതിനവീനമാക്കുകയാണ്. ഇപ്പോൾ ഉക്രൈന് വിമാനങ്ങൾ നൽകുന്ന എല്ലാ നാടുകൾക്കും ഇതേ അവസ്ഥയാണ്. ആരെല്ലാമാണോ ഉക്രൈന് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവരെല്ലാവരും ഉക്രൈനെ ഒരു വേസ്റ്റ് ബോക്സായി മാറ്റിയിട്ട് പഴയതെല്ലാം ഉക്രൈനിലേക്ക് കൊണ്ടുപോയി തള്ളുകയും അവരുടെ വ്യോമസേനയെ നവീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതറിയാത്ത സെലൻസ്കി ഞങ്ങളുടെ നാടിന് സഹായം കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും ഈ നാടുകളെല്ലാം വിശ്വസിക്കുന്നു. F-16 ക്രാഷ് ഹിസ്റ്ററി F-16 ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. 2000 വർഷത്തിലായിരുന്നു ആദ്യത്തെ ക്രാഷ് F-16 ഉണ്ടായത്. അതിൽ യാത്ര ചെയ്ത 2 പൈലറ്റും മരിക്കുന്നു. എഞ്ചിൻ ഫെയിലിയർ ആയിരുന്നു അതിന്റെ പ്രധാന കാരണമെന്നും പറയുന്നു. ഇതൊക്കെ 2000-ന് ശേഷം നടന്ന ക്രാഷുകളാണ്. 2005 കടലിൽ ഒരു വിമാനം വീണ് മുഴുവനായും നശിക്കുന്നു. അതിലും യാത്ര ചെയ്ത പൈലറ്റ് മരിക്കുന്നു. ഇതിനുശേഷം 2003, 2004, 2006, 2015, 2016, 2021, ഇപ്പോൾ അടുത്തിടെ 2024 പോലും മാർച്ച് മാസം 20-ാം തീയതിയും F-16 ഒരു ക്രാഷ് ഉണ്ടായി. ഇവയിലെല്ലാം വളരെ മോശമായ സംഭവം ഉണ്ടായത് 2004 ആ സമയം 2 ഫൈറ്റർ ജെറ്റ്സ് തമ്മിൽ ഒരു എയർ ഷോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
പരസ്പരം കൂട്ടുമുട്ടുകയും ആ 2 വിമാനങ്ങൾ മുഴുവനും നശിച്ചു. അതിലുണ്ടായിരുന്ന പൈലറ്റും മരിക്കുന്നു. അതായിരുന്നു വളരെ ഡെഡ്ലി ക്രാഷായി മാറിയത് ഗ്രീസിന്റെ ചരിത്രത്തിൽ. പക്ഷെ അതോടുകൂടി അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. അവസാനമായി 2024 മാർച്ച് മാസത്തിൽ ഇങ്ങനെ F-16 പ്രശ്നമെന്നത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകം മുഴുവനും F-16 കൂടുതലായി വിൽക്കുന്ന ഒരു വിമാനമായാലും വളരെ ക്യാപ്പബിളായ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന വിമാനം അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വെച്ച് വളരെ കുറഞ്ഞ വിലയുള്ള ഒരു ആയുധമാണെങ്കിലും അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നത് മറ്റ് വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, അതിന്റെ ഫ്ലൈയിങ് അവേഴ്സ് കോസ്റ്റ്, 1 മണിക്കൂർ ആ വിമാനം പറക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചിലവും വളരെ കൂടുതലായതുകൊണ്ട് ഒരുപാട് നാടുകളെ കൊണ്ട് F-16 കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഇത്രത്തോളം ക്രാഷ് ഉണ്ടായ വിമാനങ്ങളെ പോലും ഗ്രീസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗ്രീസ് ചെയ്തത് ഈ വിമാനങ്ങൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണ്ട. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്താലും അതിന് പല $1 മില്യൺ ആകും. അത് അങ്ങനെ തൂക്കി മറ്റൊരു പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതി അവർ ഈ വിമാനങ്ങളെ അമേരിക്കയിലേക്ക് തള്ളിവിട്ടു. ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ജർമ്മനിയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. 2024 ജർമ്മനി യുക്രൈൻ നൽകാൻ പോകുന്ന സഹായം 8 ബില്യൺ യൂറോസ്. 1-2 അല്ല, 8 ബില്യൺ യൂറോ സഹായം ചെയ്യാനുള്ള പ്രോജക്റ്റിലാണ് അവർ ഉള്ളത്. എന്നാൽ 2025 അടുത്ത വർഷം തുടക്കം മുതൽ ഈ സഹായം എന്നത് 50% കുറയും. ഇപ്പോൾ 8 ബില്യൺ യൂറോസ് ചിലവ് ചെയ്താൽ അടുത്ത വർഷം അത് വെറും 4 ബില്യൺ മാത്രമായി ചുരുങ്ങും. അതിനപ്പുറം ഞങ്ങൾ ഒന്നും ചിലവ് ചെയ്യില്ല എന്ന് അവർ ഔദ്യോഗികമായി തന്നെ ഒരു അറിയിപ്പ് നൽകി. ഇത് സെലൻസ്കിക്ക് പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം നേരത്തെ സെലൻസ്കി വെസ്റ്റേൺ കൺട്രീസിന് പ്രഷർ ചെയ്ത് ജർമ്മനി വഴി ഒരുപാട് സഹായം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജർമ്മനിയിൽ തന്നെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നത് സെലൻസ്കിക്ക് വലിയൊരു പ്രശ്നമെന്ന് തന്നെ പറയാം. ഇതിന് ജർമ്മനി ഒരു വിശദീകരണം നൽകിയത്, ഞങ്ങളുടെ നാടിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ചിലവുകളുണ്ട്. മാത്രമല്ല റവന്യൂ ജനറേഷനും ചിലവും ഇവയ്ക്കിടയിലെ ഗ്യാപ്പ് എന്നത് 50% കൂടുതലാണ്. ഇത് ഞങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചിലവുകൾ കുറച്ചാൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് ഇവയെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു വിശദീകരണം നൽകി. ഇപ്പോൾ ട്രംപിന് നേരെയുണ്ടായ ആ ഒരു ആക്രമണം സംബന്ധിക്കുന്ന ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ഇത് നടന്നിട്ട് 2-3 ദിവസത്തിൽ കൂടുതലായി. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിനുള്ളിലെ രഹസ്യങ്ങൾ അവസാനിച്ചിട്ടില്ല. US സീക്രട്ട് സർവീസ് ചീഫ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് സ്നൈപ്പറെ അവിടെ നിർത്തിയില്ല? ഇപ്പോ ആ ഭീകരനെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്നൈപ്പർ, അതായത് ഈ ആക്രമണം നടത്തിയ വ്യക്തിയെ ഷൂട്ട് ചെയ്ത് കൊന്നു. അയാൾ ഉണ്ടായിരുന്ന റൂഫ് ടോപ്പിന് മുകളിൽ എന്തുകൊണ്ട് നിങ്ങളൊരു സ്നൈപ്പറെ നിർത്തിയില്ല? കൗണ്ടർ സ്നൈപ്പറെ നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വരില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു റൂഫ് ടോപ്പ് വളരെ ചരിവായിരുന്നു, ചരിവുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് സേഫ്റ്റി റീസൺസ് കാരണം ഞങ്ങൾ ആ സ്ഥലത്ത് ഞങ്ങളുടെ സീക്രട്ട് സർവീസ് സ്നൈപ്പേഴ്സിനെ നിർത്തിയില്ല എന്നൊരു വിശദീകരണം നൽകി. ഇത് ഇന്റർനെറ്റ് മുഴുവനും സംസാര വിഷയമായി മാറിയിട്ടുണ്ട്, ഒരു ട്രോൾ മെറ്റീരിയലായി മാറിയിട്ടുണ്ട്. കാരണം അയാളെ വെടിവെച്ച് വീഴ്ത്തിയ ആ സ്നൈപ്പർ അവരും ആ റൂഫ് ടോപ്പിന് മുകളിൽ ഉണ്ടായിരുന്നു. 7 മിനിറ്റുകൾക്ക് മുൻപ് ആ സ്നൈപ്പർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാൻ സാധിച്ചു. താഴെ നിന്നിരുന്ന ജനങ്ങൾ 7 മിനിറ്റുകൾക്ക് മുൻപ് അയാൾ അവിടെ സ്പോട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു അലേർട്ടും അവർ കൊടുത്തിരുന്നു. ഈ ആക്രമണം നടത്തിയ വ്യക്തി പതിയെ ഇഴഞ്ഞ് ആ ഒരു റൂഫ് ടോപ്പിന് മുകളിലേക്ക് പോയി പൊസിഷൻ എടുക്കുന്നത് വരെയും വീഡിയോ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് മുകളിൽ ഒരു സ്നൈപ്പർ ഉണ്ട് എന്നുള്ളത് താഴെയുള്ള ജനങ്ങൾ തന്നെ കണ്ടു. അപ്പോൾ ജനങ്ങൾ നൽകിയ ആ ഒരു അലേർട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു റിസ്ക് ഉണ്ടായതെന്നും പറയുന്നു. സീക്രട്ട് സർവീസിനെ കുറിച്ച് ഒരുപാട് കുറ്റാരോപണങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോയും ഫോട്ടോസ് എല്ലാം നോക്കിയാൽ മനസ്സിലാകും. ഒരു നൂലിഴ വ്യത്യാസത്തിലാണ് ട്രംപ് രക്ഷപ്പെട്ടത്. ഒന്ന് തല മാറ്റിയില്ലായിരുന്നുവെന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടാകില്ല. ഒരു നാരോ ഗ്യാപ്പിൽ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു രസകരമായ കാര്യം, ഇറാൻ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഇറാന് ഇതിൽ ബന്ധമുണ്ട്. ഇറാനാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തിയത് എന്ന് US പുതിയൊരു കാര്യം പുറത്തുവിടാൻ തുടങ്ങി. എന്നാൽ ഔദ്യോഗികമായി ഇറാനും അത് നിഷേധിച്ചു. ട്രംപിനെ സംബന്ധിച്ച് ജനറൽ സുലൈമാനെ അസാസിനേറ്റ് ചെയ്യാൻ അയാളാണ് ഓർഡർ കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ച് അയാൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു വാണ്ടഡ് ലിസ്റ്റിലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. എന്നാൽ അത് ഞങ്ങൾ നിയമപരമായി മാത്രമേ ചെയ്യുകയുള്ളൂ. ഇങ്ങനെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഞങ്ങൾ ചെയ്യില്ല എന്ന് അവർ ഒരു വിശദീകരണം നൽകി. എന്നാൽ ബൈഡൻ ഗവൺമെന്റിന് ഇത് വലിയൊരു പ്രശ്നമായി തന്നെ മാറി. കാരണം ട്രംപിന്റെ പ്രൊഫൈൽ റേറ്റ് എന്നത് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പോൾസിന്റെ റിസൾട്ട് പറയുന്നത് 65% കൂടുതലും ട്രംപ് തന്നെയാണ് ജയിക്കുക. 30% കുറവാണ് ബൈഡന്റെ റേറ്റ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. പ്രധാനമായും F-16 വിമാനങ്ങൾ അതിനവീനമായ വിമാനങ്ങളെന്ന് നാറ്റോ പറയുന്നു. പക്ഷെ നൽകുന്നതെല്ലാം പഴയ വിമാനങ്ങളാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ട്രംപിന്റെ ഈ അസാസിനേഷൻ അറ്റംപ്റ്റിന് പുറകിൽ ആരായിരിക്കും ഉള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.